നമ്മുടെ ജോഗ്രഫിയുടെ അടുത്ത പോർഷനാണ്. കാൽബൈശാഖി എന്നത് എന്താണ്? കാൽബൈശാഖി നമ്മുടെ ഉഷ്ണകാലമുണ്ടല്ലോ, ഉഷ്ണകാലം അതായത് നമ്മുടെ ചൂടുകാലം. ഈ ഉഷ്ണകാലത്ത് നമ്മുടെ വെസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ ആസാം, ബീഹാർ എന്നീ പ്രദേശങ്ങളിൽ വീശിയടിക്കുന്ന ഒരു ഉഷ്ണക്കാറ്റുണ്ട്. അതാണ് നോർവെസ്റ്റർ എന്നറിയപ്പെടും. അതിന് എന്തെന്നറിയപ്പെടുന്നത്? നോർവെസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ നോർവെസ്റ്റർ എന്ന് പറയുന്ന ഉഷ്ണക്കാറ്റുണ്ടല്ലോ, അത് വെസ്റ്റ് ബംഗാളിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് കാൽബൈശാഖി. ഓക്കെയാണ്. അപ്പം ഇതിനെ അറിയപ്പെടുന്ന പേരാണ് കാൽബൈശാഖി എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാൽബൈശാഖി എന്ന വാക്കിൻ്റെ അർത്ഥം വൈശാഖ മാസത്തിലെ ദുരന്തം എന്നാണ് കേട്ടോ. വൈശാഖ മാസത്തിലെ ദുരന്തം, അതായത് ഉഷ്ണകാലത്ത് ഈ കാറ്റ് കാരണം എന്താണ്, ഇടിവെട്ടി മഴ പെയ്യും. ഓക്കെയാണ്. അപ്പോൾ എന്താണ്, പെട്ടെന്ന് ഉണക്കിൻ്റെ ഇടയിൽ എന്താണ് മഴ പെയ്യുന്ന സമയത്ത് എന്താണ് ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബംഗാളുകാർ വൈശാഖ മാസത്തിലെ ദുരന്തം എന്നാണ് ഈ കാറ്റിനെ വിളിക്കുന്നത്. ഈ കാറ്റിനെ തുടർന്ന് അവിടെ എന്താണ് നല്ല രീതിയിൽ മഴ പെയ്യും കേട്ടോ. ഇനി ഈ നോർവെസ്റ്റർ തന്നെ എന്താണ് ആസാമിൻ്റെ ഭാഗങ്ങളിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് ബെർദോയ് ചില അല്ലെങ്കിൽ ബെർദോയ് ചീർഹ എന്ന് പറയും കേട്ടോ. ബെർദോയ് ചില അല്ലെങ്കിൽ ബെർദോയ് ചീർഹ എന്നെന്താണ് ആസാമിൻ്റെ ഭാഗങ്ങളിൽ ഇവനെ പ്രാദേശികമായി അറിയപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ ഉഷ്ണകാലത്ത് വീശിയടിക്കുന്ന മറ്റൊരു ഉഷ്ണക്കാറ്റാണ് ലൂ. ഓക്കെയാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശിയടിക്കുന്ന ഉഷ്ണക്കാറ്റാണ് ഇത് ലൂ ആണ് കേട്ടോ. ലൂ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഇന്ത്യൻ മരുഭൂമിയിൽ നിന്നും ആരംഭിച്ച് ഇന്ത്യയുടെ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഹാർ, അതുപോലെ തന്നെ എന്താണ് വെസ്റ്റ് ബംഗാൾ ഭാഗങ്ങളിലേക്ക് വീശിയടിക്കുന്നതാണ് ആര്, ഈ പറയുന്ന ലൂ എന്ന ഉഷ്ണക്കാറ്റ്. ഈ ലൂ ഉഷ്ണക്കാറ്റ് വീശിയടിക്കുന്ന മാസം ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ് കേട്ടോ. മെയ് മാസത്തോടെയും ജൂൺ എന്താണ് ഒരു പകുതി വാരം. ഓക്കെയാണ്, പകുതിക്ക് തൊട്ട് മുമ്പ്. ഇപ്പം ജൂൺ പകുതിയോടെ ഇവിടെ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ എത്തത്തുള്ളൂ. അപ്പം മെയ് ജൂൺ മാസങ്ങളിലാണ് ലൂ ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശിയടിക്കുന്നത്. ഓക്കെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തത്? അപ്പോൾ മൺസൂൺ എന്ന പദം വന്നത് അറബി ഭാഷയിൽ നിന്നാണ് കേട്ടോ. അപ്പം മൺസൂൺ എന്ന പദം വന്നത് ഏത് ഭാഷയിൽ നിന്നെന്ന് ചോദിച്ചാൽ ഏത് ഭാഷയാണ്? അത് അറബ് ഭാഷയിൽ നിന്നാണ് മൺസൂൺ എന്ന് പറയുന്ന പദം വന്നത്. ഹിമാലയം എന്ന് പറയുന്ന പദം വന്നത് എവിടെ നിന്നാണ്? അത് സംസ്കൃത വാക്കിൽ നിന്നാണ് കേട്ടോ. ഹിമാലയം എന്ന് പറയുന്ന വാക്ക് വന്നത് സംസ്കൃത വാക്കിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നോക്ക്, മൺസൂൺ എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് എന്താണ് കാറ്റെന്ന് പറയാം കേട്ടോ. എന്തെന്ന് പറയാം? കാറ്റെന്ന് പറയാം. അതായത് കാലത്തിനനുസരിച്ച് ഗതി മാറുന്ന കാറ്റാണ് ആര്? മൺസൂൺ കാറ്റ്. PSC ഉത്തരസൂചിക പ്രകാരം ഇന്ത്യയുടെ ധനമന്ത്രി, ഓക്കെ, ഉത്തരസൂചികയിൽ നിന്നല്ല നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്, PSC ക്വസ്റ്റ്യൻ പ്രകാരം PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി ആര്? അപ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ആര്? അത് മൺസൂൺ കാറ്റാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്നറിയപ്പെടുന്നത്. കാലത്തിനനുസരിച്ച് ഗതി മാറുന്ന കാറ്റാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്നറിയപ്പെടുന്നത് ആര്? മൺസൂൺ കാറ്റ്. അതുപോലെ മൺസൂൺ കാറ്റുകൾ കാലികവാദത്തിന് ഉദാഹരണമാണ്. എന്താണ് കാലികവാദം എന്ന് ചോദിച്ചാൽ കൃത്യമായ സമയ ഇടവേളകളിൽ ആവർത്തിച്ച് വരുന്ന തരം കാറ്റുകളെ വിളിക്കുന്ന പേരാണ് കാലികവാദങ്ങൾ. അപ്പോൾ മൺസൂൺ കാറ്റ് ഒരു കാലികവാദത്തിന് ഉദാഹരണമാണ്. ഇനി മൺസൂൺ എന്ന് പറയുന്ന പദം വന്നത് ഏത് ഭാഷയിൽ നിന്നെന്ന് പറഞ്ഞു? അറബി ഭാഷയിൽ നിന്നല്ലേ. അറബി ഭാഷയിലെ മൗസിം അല്ലെങ്കിൽ മൗസം എന്ന പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം വന്നത്. മൗസിം അല്ലെങ്കിൽ മൗസം എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചാൽ ഋതു എന്നാണ് കേട്ടോ. നമ്മൾ സീസൺ എന്ന് പറയും. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പുണ്ട്. അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഒരു ഏജൻസിയാണ് കേട്ടോ. നമ്മൾ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. ഈ IMDയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് മൗസിം ഭവൻ എന്നാണ്. ഓക്കെയാണ്. എന്താണ്? മൗസിം ഭവൻ. ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. ഇതെവിടെയാണ്? ന്യൂഡൽഹി. അപ്പോൾ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പുണ്ടല്ലോടാ, ഇത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് ഭൗമശാസ്ത്ര മന്ത്രാലയ വകുപ്പിന് കീഴിലാണ് ആര് വരുന്നത്? ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് വരുന്നത്. ഇനി മൺസൂൺ കാറ്റുകളുടെ ഗതി ആദ്യമായി നിർണ്ണയിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് SCERT ഉത്തരപ്രകാരം അറബ് പണ്ഡിതനായ ഹിപ്പാലസ്. ഓക്കെയാണ്.
അറബ് പണ്ഡിതനായ ഹിപ്പാലസ് എന്നാണ് SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് ഹിപ്പാലസ് എന്ന് തന്നെയാണ് പഠിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ഇദ്ദേഹം നാവികൻ എന്നാണ് കോമൺലി പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ SCERT ടെക്സ്റ്റ് ബുക്കുകളിൽ എന്തെന്ന് തന്നിട്ടുണ്ട്? അറബ് പണ്ഡിതൻ എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അറബ് പണ്ഡിതനും നാവികനുമായ ഹിപ്പാലസ് ആണെന്ത് മൺസൂൺ കാറ്റുകളുടെ ഗതി നിർണ്ണയിച്ചത്. അടുത്ത ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏത്? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് ആരവല്ലിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ചോദിച്ചാൽ ഏതാണ്? അത് ആരവല്ലി പർവ്വതനിരയാണ്. ഇതൊരു അവശിഷ്ട മടക്ക് പർവ്വതവും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മളുടെ പരീക്ഷയ്ക്ക് അവശിഷ്ട മടക്ക് പർവ്വതം എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ആരവല്ലി ഒരു അവശിഷ്ട മടക്ക് പർവ്വതമാണ്. ഈ ആരവല്ലി പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനിലാണ് കേട്ടോ. എവിടെയാണ്? രാജസ്ഥാൻ. ഈ ആരവല്ലി പർവ്വതനിരയിലെ പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു സുഖവാസ കേന്ദ്രം. അപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത്? അത് രാജസ്ഥാനാണ് കേട്ടോ. രാജസ്ഥാൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചതാണ്. രാജസ്ഥാനിലൂടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ കടന്നു പോകുന്നുണ്ടെങ്കിലും രാജസ്ഥാനിൽ ഇവ മഴ പെയ്യിക്കുന്നില്ല. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് രാജസ്ഥാനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും മഴ പെയ്യിക്കുന്നില്ല. കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്നു. എന്ത്? ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി കടന്നു പോകുന്നത് കൊണ്ടാണ് എന്ത് ഇവ രാജസ്ഥാനിൽ മഴ പെയ്യിക്കാത്തത് കേട്ടോ. ഇനി അടുത്ത പോയിൻ്റാണ് നമ്മുടെ ആരവല്ലി പർവ്വതനിര. ഇതിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ അത് മൗണ്ട് ഗുരുശിഖറാണ്. ആരവല്ലിയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഗുരുശിഖറാണ്. എന്ത്? ഈ ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇനി അതുപോലെ തന്നെ മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു തടാകമുണ്ട്. ആ തടാകത്തിൻ്റെ പേരാണ് നക്കി തടാകം കേട്ടോ. ഏത് തടാകമാണ്? നക്കി തടാകം. എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് മൗണ്ട് അബുവിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇനി ഈ പറയുന്ന ആരവല്ലി പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ജൈനമത തീർത്ഥാടന കേന്ദ്രമുണ്ട്. അതാണ് ദിൽവാര ക്ഷേത്രം. ഏതാണ്? ദിൽവാര ക്ഷേത്രം. ദിൽവാര ക്ഷേത്രം. ഓക്കെ. ഇനി ഇതേ ചോദ്യത്തിൽ തന്നെ ഹിമാലയം ഉണ്ടല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയാണെന്ത്? ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിര ചോദിച്ചാൽ ഏതാണ്? അത് ഹിമാലയമാണ് കേട്ടോ. പ്രായം കുറഞ്ഞ പർവ്വതനിര ചോദിച്ചാലും മടക്ക് പർവ്വതനിര ചോദിച്ചാലും ഏത് തന്നെയാണ്? അത് ഹിമാലയ പർവ്വതം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതനിരയും മടക്ക് പർവ്വതനിരയും. ഈ ഹിമാലയം എന്ന് പറയുന്ന വാക്ക് നേരത്തെ പറഞ്ഞായിരുന്നു സംസ്കൃത വാക്കിൽ നിന്നാണ് വന്നത് കേട്ടോ. സംസ്കൃതത്തിൽ നിന്നാണ് എന്ത് ഹിമാലയം എന്ന് പറയുന്ന പദം വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ആനമുടിയാണ് കേട്ടോ. ആനമുടിയാണ് എന്ത് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും, അതുപോലെ തന്നെ എന്താണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാലും ഏതാണ് ഉത്തരം? അത് ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്ററാണ്. എന്തിൻ്റെ ഉയരം? ആനമുടിയുടെ ഉയരം. ആനമല, ഏലമല, പളനിമല. ആനമല, ഏലമല, പളനിമല. ഈ 3 മലനിരകളുടെ സംഗമ സ്ഥാനമാണ് ഇത് ആനമുടി കേട്ടോ. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇത് ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ആനമുടി ഉണ്ടല്ലോ, ആനമുടിയുടെ തെക്ക് ഭാഗം ചോദിച്ചാൽ തെക്കാണേത്? ഏലമല കേട്ടോ. തെക്കാണേത്? ഏലമല. വടക്കാണേത്? അത് ആനമലയാണ് കേട്ടോ. വടക്ക് ചോദിച്ചാൽ ഏതാണ്? അത് ആനമലയാണ്. എന്ത്? വടക്ക്. ഇനി ഇവിടെ പൂനെ എന്ന് പറയുന്ന ഇതുണ്ട്. പൂനെ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പശ്ചിമഘട്ട മലനിരയുണ്ടല്ലോ. പശ്ചിമഘട്ട മലനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം ചോദിച്ചാൽ ഏതാണ്? അത് പൂനെയാണ് കേട്ടോ. പൂനെ. ഈ പൂനെയാണ് ഡെക്കാണിൻ്റെ രാജ്ഞി എന്തെന്നറിയപ്പെടുന്നത്? ഡെക്കാണിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് പൂനെയാണ്. ഡെക്കാണിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. ഇവിടെ ഒരു പോയിന്റ് കൂടെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഡെക്കാൻ എന്ന് പറയുന്ന പദം വന്നത് ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് കേട്ടോ. ഡെക്കാൻ എന്ന പദം വന്നത് ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ്. ഇതൊരു ലേറ്റസ്റ്റ് PQ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ ആണേ.
ഇനി ഈ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ആരവല്ലിയാണ് എന്ത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ചോദിച്ചാലും ഇത് തന്നെയാണ് ആരവല്ലിയാണ്. അത് രാജസ്ഥാനിലാണ്. ഓൾറെഡി നമ്മൾ ഈ വീഡിയോ തന്നെ ചെയ്തതാണ്. ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര ഏത്? അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗമൊക്കെ നമ്മൾ കൃത്യമായിട്ടും പഠിച്ചു വെച്ചേക്കണേ. അപ്പം ആദ്യം ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗം. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്താണ് ഇത് സത്പുര മലനിരകൾ വരുന്നത് കേട്ടോ. സത്പുര മാത്രമല്ല മൈക്കല നിരകൾ വരുന്നതും ഇവിടെ തന്നെയാണ്, ഈ പറയുന്ന ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്താണ്. ഇനി അതുപോലെ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് വരുന്നതായിരുന്നു വെച്ചാൽ പടിഞ്ഞാറ് എന്ന വീട് പശ്ചിമമല്ലേ, അപ്പോൾ പടിഞ്ഞാറ് വരുന്നതാണ് ആര്? പശ്ചിമഘട്ടമാണ് കേട്ടോ. പടിഞ്ഞാറ് വരുന്നത് ആരാണ്? പശ്ചിമഘട്ടം. അപ്പം കിഴക്ക് വരുന്നതാരെന്ന് വെച്ചാൽ ആരാണ്? അത് പൂർവ്വഘട്ടമാണ് കേട്ടോ. കിഴക്ക് വരുന്നതാരെന്ന് വെച്ചാൽ ആര്? അത് പൂർവ്വഘട്ടമാണ് കിഴക്ക് വരുന്നത്. അപ്പം വടക്ക് വരുന്നത് സത്പുര മലനിരകൾ, മൈക്കല മലനിരകൾ, അതുകൂടാതെ ഈ കിടക്കുന്ന മഹാദിയോ കുന്നുകളുണ്ടല്ലോ, മഹാദിയോ കുന്നുകൾ. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ് വരുന്നത്? ഇത് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് ഭാഗത്തായിട്ട് വരുന്നതാണ് കേട്ടോ.